കേരളത്തിലെത്തിയ യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ മടങ്ങുന്നു. ചൊവ്വാഴ്ചയാണ് സിറിയയിലേക്ക് മടങ്ങുക. ലെബി സജീന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. ലെബി, പെട്ടെന്നുള്ള ഒരു മടക്കം സിറിയയിലെ ആഭ്യന്തര കലാപം കൂടി രൂക്ഷമായ സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ? ആര്യ, തീർച്ചയായും ലെബനനിലെ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ തന്നെയാണ് പാത്രിയാർക്കീസ് ബാവ മടങ്ങാൻ ഒരുങ്ങുന്നത്. 10 ദിവസത്തെ സന്ദർശനത്തിനായാണ് പാത്രിയാർക്കീസ് ബാവ ഇന്നലെ രാവിലെ 8 മണിക്ക് കൊച്ചിയിലെത്തിയത്. നാളെ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 40ാം ചരമദിന ശുശ്രൂഷയിൽ പങ്കെടുക്കാനാണ് പ്രധാനമായും പാത്രിയാർക്കീസ് ബാവ ലെബനിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത്. ദമാസ്കസിൽ അദ്ദേഹത്തിന്റെ അരമനയുൾപ്പെടെ ഈ കലാപ ഭീഷണിയിൽ ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വിശ്വാസികളെ അവിടെ എത്തി ആശ്വസിപ്പിക്കുകയാണ് പ്രധാന ദൗത്യം എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെയാണ് ചൊവ്വാഴ്ച ഇപ്പോൾ മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10 ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് 17-നായിരുന്നു മടങ്ങേണ്ടിയിരുന്നത്. 4ാം ദിവസം ഇപ്പോൾ മടങ്ങുകയാണ്. അല്പസമയത്തിനകം പുത്തൻകുരിശിൽ യാക്കോബായ സഭയിലെ മുഴുവൻ മെത്രാന്മാരെയും പാത്രിയാർക്കീസ് ബാവ കാണുന്നുണ്ട്. അതിനുശേഷം പ്രത്യേക പ്രാർത്ഥന ചടങ്ങുകൾ ശ്രേഷ്ഠ ബാവയുടെ കബറിടത്തിൽ നടക്കും. നാളെയാണ് ശ്രേഷ്ഠ ബാവയുടെ 40ാം ചരമദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുക. അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചതിന് ശേഷം മറ്റന്നാൾ മടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ. ഓക്കെ, ലിബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.